അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, നമ്മുടെ മസായിലുൽ ഫിഖ്ഹിൻ്റെ വർക്ക് കിതാബിലെ 2ാമത്തെ പാഠത്തിലാണ് നാം ഉള്ളത്. അദ്ദർസു സാനി ലാ തഖറഉൽ ഹായിളു അൽ ഖുർആൻ. ആർത്തവകാരി ഖുർആൻ ഓതരുത്. അവിടെ കാണാൻ നുജീബ്, ഉത്തരമെഴുതുക. 1. ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം: നിസ്കാരം, ത്വവാഫ്, സുജൂദ്, ജുമുഅ ഖുതുബ, മുസ്ഹഫ് തൊടൽ, മുസ്ഹഫ് എടുക്കൽ. 2. ജനാബത്തുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം: നിസ്കാരം, ത്വവാഫ്, സുജൂദ്, ജുമുഅ ഖുതുബ, മുസ്ഹഫ് തൊടൽ, മുസ്ഹഫ് എടുക്കൽ, ഖുർആൻ പാരായണം, മസ്ജിദിൽ നിലകൊള്ളുക. അടുത്തത് 3. ഹൈള്, നിഫാസ് ഉള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം: നിസ്കാരം, തവാഫ്, സുജൂദ്, മുസ്ഹഫ് തൊടൽ, മുസ്ഹഫ് എടുക്കൽ, ഖുർആൻ പാരായണം, നോമ്പ്. 4. കുളിയുടെ നിയ്യത്ത് എഴുതുക. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു. ഇനി അടുത്ത പേജിലേക്ക് മറിച്ചാൽ അവിടെ കാണാം 5. കുളിക്കുമ്പോൾ എവിടെയെല്ലാം വെള്ളം ഒഴുക്കണം? ഉത്തരം: ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും. 6. ആരാണ് വലിയ അശുദ്ധിക്കാർ? ഇന്ദ്രിയം സ്ഖലിക്കുക, സംഭോഗം ചെയ്യുക, ഹൈളുണ്ടാവുക, നിഫാസ് ഉണ്ടാവുക എന്നീ കാരണങ്ങളുണ്ടായാൽ. ഇനി നക്തുബു, അടുത്തത് എഴുതുക. അസ്വലാഹ്, അതുപോലെ തന്നെ അസ്വലാഹ് എഴുതുക. പിന്നെ അസ്സുജൂദ്, മസ്സുൽ മുസ്ഹഫ്, അസ്സൗം, അൽ മുക്സു ഫിൽ മസ്ജിദ്, അത്തവാഫ്, ഖുതുബത്തുൽ ജുമുഅ, ഖിറാഅത്തുൽ ഖുർആൻ, അൽ ജനാബത്ത്. ഇതൊക്കെ അത് അവിടെ ഒഴിവുള്ള സ്ഥലത്ത് എഴുതുക. അടുത്തത് നസ്ലു, ചേരുംപടി ചേർക്കുക. ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകും. ഉത്തരം സി, നിസ്കാരം. 2. ജനാബത്തുള്ളവർക്ക് ഹറാമാകും. എ, പള്ളിയിൽ താമസിക്കൽ. 3. ഹൈള്, നിഫാസ് ഉള്ളവർക്ക് ഹറാമാകും. ബി, നോമ്പ്. ഉത്തരങ്ങളൊക്കെ വ്യക്തമായി എഴുതി ഉസ്താദുമാർക്ക് കാണിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.